Horror Masjid Ghost Part 1. ആയിരത്തി 1998 എൻ്റെ ഉപ്പ മരിച്ച ദിവസം. എൻ്റെ ഉപ്പാൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ ഈ ഡയറി എഴുതുന്നു. അവൻ അങ്ങനെ പറഞ്ഞ് നടന്നുപോയി. ഇടയ്ക്ക് വെച്ച് ഒരു ഭയങ്കരമായ ശബ്ദം കേട്ടു. അവൻക്ക് ഭയം തോന്നിയെങ്കിലും അവൻ അത് കാര്യമാക്കില്ല. അത് സാരമില്ല. അവൻ അങ്ങനെ പറഞ്ഞ് നടന്നു വന്നു. പെട്ടെന്നൊരു കാറ്റുണ്ടായി. അവൻ ബുക്ക് താഴ്ത്തി. പുസ്തകം താഴ്ത്തിയപ്പോൾ അവൻക്ക് കൂടുതൽ കാറ്റ് അനുഭവപ്പെട്ടു. അവൻക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ആരാ എന്താ വേണ്ടിയത്? അവൻ ഭയത്തോടെ അങ്ങനെ ചോദിച്ചു. പിറകിൽ നോക്കിയപ്പോൾ ഒരു ഭയങ്കരമായ രൂപം അവിടെ കിടക്കുന്നു. അതൊരു പെണ്ണായിരുന്നു. ആ പെണ്ണിനെ കണ്ട അവൻക്ക് പേടിയായി. അവൻ ഫുള്ളും തിരിഞ്ഞു. അവൻ പേടിയോടെ ബുക്ക് താഴത്തേക്ക് ഇട്ടു. പോക്കറ്റിലിരുന്ന ഫോൺ എടുത്ത് ഓണാക്കാൻ നോക്കി ശ്രമിച്ചു. ആവശ്യമില്ല, നേരത്തെ ഓണാകൂലല്ലോ ഭണ്ഡാരം. അങ്ങനെ അവൻ എങ്ങനെയൊക്കെ ഓണാക്കി ഫ്ലാഷ് ലൈറ്റ് അടിച്ചു. അവിടേക്കും ഇവിടേക്കും അടിച്ചു നോക്കി. പക്ഷെ ആരും കണ്ടില്ല. ഇത് നേരെ ഇല്ലാത്ത പുറകിൽ ആരുമില്ലാത്ത സ്ഥലത്തിൽ പിന്നൊരു ആൾ ഉണ്ടായി. അവൻ തിരിയുന്ന നേരം തന്നെയാണ് ഉണ്ടായതും. മെല്ലെ തിരിയാൻ തുടങ്ങി. ആരുമില്ലായിരുന്നു എന്ന് ആശ്വസിച്ചപ്പോൾ അവിടേതാ ഒരു പ്രേതം. അവൻക്ക് ഭയം തോന്നി. അവൻ മുട്ടുകുത്തിയിരുന്നു. ഫോണെല്ലാം പോക്കറ്റിലേക്ക് വെച്ച് മുട്ടുകുത്തിയിരുന്നു. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവപ്പെട്ടവനാണ്. ഇതിലൂടെ പോയ ഒരു വഴി പോക്കൻ. അങ്ങനെ പറഞ്ഞ് അവൻ ബോധം കെട്ട് വീണു. അപ്പോൾ നിങ്ങൾക്ക് ഈ പാർട്ട് 2 വേണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം.